Can you hear now? Molay? Can you see? Nothing on the website now? Website is clear. Okay. Okay. Volume good. ഏതില്ല ഇപ്പോഴോ വെബിനകത്താണ് ലിസ്മ വെബിനകത്താണ് അതോ വെബിനകത്താണ് ഇതിനകത്ത് കാണാമല്ലോ ആ ഓക്കെ ഇപ്പം കിട്ടുന്നുണ്ട് okay, are you going to watch the web? Web is clear now? Okay. Yeah, it's clear. Okay, can I off this one? You want to see this one too? Do you want to see this one too? No. Okay. Okay, Anna. Bye bye. Give me a Toby. Wanna give me a picture? Where is Rohi? She's talking to Scaria and him. Oh. Can you give to my option too? No, Rohi. Where is Rohi? She's talking to someone. Where is Soji? So, give me Umma Amachan. What? Give the Umma Apachan. Yeah. Rogi? Molay? Okay, I'm going to close this one, okay? Okay? And okay, bye. Where is Sally? Where is your mommy? Okay. Call me if anything needed, okay? Okay, bye. This mom and thing. Kando? Kanamo? Okay. Okay, bye. Joey, ini bandai mana? Okay. Okay. 1 minute. 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 1 minute.
ദൈവത്തിന്റെ സമയമായപ്പോൾ പിതാവിനെ ദൈവത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തേക്ക് ചേർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിമിഷങ്ങളൊക്കെയും ഒരുപാട് ആശ്വാസത്തിന്റെ വചനങ്ങളും ദൈവിക പ്രത്യാശകളും പങ്കുവയ്ക്കുവാൻ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാത്തിനും ദാവീദ് പറയുന്നത് പോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിനായിരിക്കുമെന്ന് പറയുവാൻ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ നടക്കപ്പെടുന്ന ശുശ്രൂഷകളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു പ്രകൃതിയുടെ മേലധികാരമുള്ള ദൈവത്തിന്റെ വലിയ സാന്നിധ്യം എല്ലാ ശുശ്രൂഷകളെയും ദൈവങ്ങളെ ഗ്രഹിക്കണം. ഞങ്ങളുടെ അഭിഷേകത്തിൽ മാറിയതിനാൽ യോജിക്കണം. സാന്നിധ്യം വ്യാപരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ആരോഗ്യിക്കുവാനാതെ ദൈവിക പ്രത്യാശയും കൊണ്ടുപോകുവാൻ സർവശക്തനായ ദൈവമേ സഹായിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവിനെ വേർപാടുനിൽക്കത്തിലായിരിക്കുന്ന പ്രിയമാതാവ്, പ്രിയ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരി സഹോദരങ്ങളെയും മക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വിശുദ്ധന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ പിതാവിന് വേണ്ട എല്ലാ നല്ല ശുശ്രൂഷകളും ചെയ്യുവാൻ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഭാഗ്യം കൊടുക്കുന്നു. ദുരിതങ്ങളിലായിരുന്ന മക്കൾക്ക് കടന്നുവരുവാൻ ഇവിടെയാക്കിയാണ്. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന് കടന്നുവരുന്ന എല്ലാവരെയും തക്ക സമയത്ത് ദൈവം കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമർദ്ദവും കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം യോഗ്യനാഥൻ ഓർത്തം തികച്ചു സ്വർഗ്ഗേവിരുദിനായി. യോഗ്യനാഥൻ ഓർത്തം തികച്ചു സ്വർഗ്ഗേവിരുദിനായി.
പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നിയമത്തിനെയും പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെയും തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ തുടക്കം പോലെ അത്രയും അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളുടെ നെടുവെടുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസം ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം
നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവരാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ ഞങ്ങളെ ഉപദേശിക്കണമേ. മടങ്ങി വരണമേ. എത്രത്തോളം താമസം നിങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം നിങ്ങൾ ഘോഷിച്ചാലും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ അധികമായ ഭൂമിയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കർത്താവിന്റെ പരിശുദ്ധനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ ദൈവയോഗത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ഒരുമിച്ച് നമുക്ക് കൂടി വരുവാനും ദൈവത്തെ മുഖത്തുവാനും ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിനും ദൈവനാമത്തിന്റെ മഹത്വത്തിനും ആയിത്തീരുവാൻ പിതാവിനെ അയച്ചുവരുന്നു. കഴിഞ്ഞ ദിവസം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥാനത്തേക്ക് കടന്നു കൊണ്ടുപോകാൻ സഹായിച്ചു. നമുക്ക് എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ നമുക്ക് ആയിരിക്കാം. ശുശ്രൂഷനായിരിക്കുന്ന കാരണദാസം ചില വാക്കുകൾ
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യാശാപരമായ ഈ പകൽക്കാലം നമുക്ക് പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശാഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുവാനും പരിശുദ്ധനായ ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈ പ്രിയപിതാവിന് ഭൂമിയിൽ പാർക്കുവാൻ പരിശുദ്ധനായ ദൈവം നൽകിയ നാളുകൾ കർത്താവിന്റെ കാലഗണത്തിൽ അഥവാ കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന ദിവസം പൂർണ്ണമായപ്പോൾ തനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ നിത്യതയിലേക്ക് നിത്യവാസസ്ഥലത്തേക്ക് കർത്താവ് പ്രിയപിതാവിനെ വിളിച്ചു ചേർക്കുകയുണ്ടായി. വേർപാട് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ദുഃഖത്തെ ഉളവാക്കുന്ന ഒന്നാണല്ലോ. ഇന്ന് പകൽക്കാലം പ്രിയപിതാവിന്റെ ദേഹവിയോഗത്തിലായിരിക്കുന്ന ഏവരെയും പരിശുദ്ധനായ ദൈവം പ്രത്യാശയാൽ നിറയ്ക്കട്ടെ, ദൈവിക സമാധാനത്തെ നൽകുവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാം പറയുന്നതുപോലെ നമ്മൾ വളരെ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ പാർക്കുന്നവരാണ്. വിട്ടുപിരിഞ്ഞ കർത്താവിനെ കൂടെ വസിക്കുക എന്നുള്ള അത്യുത്തമമായിരിക്കുന്ന ദിനത്തിന് വേണ്ടി ഈ ഭൂമിയിൽ പാർക്കുവാൻ ആണ് പരിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അല്പം നാം സംഗീത പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ വായിക്കുകയുണ്ടായി, ഒരു മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയായാൽ 80. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ്. പ്രത്യാശയുള്ള സംഗീതക്കാർ വിളിച്ചു പറഞ്ഞു, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ നിന്ന് പറന്നുയർന്ന ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ ഉത്കടമായ ദാഹത്തോടെയാണ് ഒരു ഭക്തൻ ഈ ഭൂമിയിൽ പാർക്കുന്നത് എന്നുള്ളതാണ്. യഹൂദ പാരമ്പര്യം വിട്ട് ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന സൗൽ ആയിരുന്ന പൗലോസ് തന്റെ പ്രത്യാശയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്ന പോലെ ഞാനും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. നീതിമാന്മാർക്ക് ഒരു പുനരുത്ഥാനം ഉണ്ട്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നാമും മറ്റുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ജീവനോടിരിക്കുന്ന നമ്മുടെ ആത്മീക നയനങ്ങളിൽ ഒന്നുകൂടെ തുടർന്ന് ദൈവമാണ് ബന്ധത്തെ എത്രമാത്രം നാമും ദൈവമാണ് ബന്ധത്തെ സ്ഥാപിക്കുവാൻ അടുത്തിരിക്കാൻ ഉതകുമോ അതിനുവേണ്ടി നമ്മെ സഹായിക്കുന്ന ശുശ്രൂഷകളായി മാറുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. നീതിമാന്മാരായി ഈ ഭൂമിയിൽ പാർക്കുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. 70-80 സംവത്സരം ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നീതികെട്ടവരായി പാർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോസ്തല ഭാഷയിൽ നാം വായിച്ചു കേട്ടല്ലോ, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിന് വേണ്ടി അദ്ദേഹവും വിശ്വസിച്ച് ആകാംക്ഷയോടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വന്ന ദൈവത്തെ പിൻപറ്റാതെ ജീവിക്കുന്ന ധാരാളം ആളുകളെ വിശുദ്ധ ബൈബിളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരെ കുറിച്ച് നീതിമാന്മാർ എന്ന് പറയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള മനുഷ്യരുടെ നീതി പ്രവൃത്തികൾ ദൈവത്തിന് മുൻപാകെ കറപിരണ്ട തുണി പോലെയാണെന്നാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ നീതിമാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നീതിയുടെ അനുഭവങ്ങളിലേക്ക് ഒരു മനുഷ്യന് എങ്ങനെ വന്നു ചേരുവാൻ സാധിക്കും? സുവിശേഷം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നീതിമാനായിരുന്നു എന്ന് വിരൽ ചൂണ്ടിക്കാണിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യേശുവിനെ വിധി കൽപ്പിച്ച അല്ലെങ്കിൽ യഹൂദന്റെ ആഗ്രഹപ്രകാരം അവനെ ക്രൂശിൽ തറയ്ക്കുവാൻ വിധിക്കുന്ന വിധികർത്താവ് പോലും പറഞ്ഞത്, എനിക്ക് ഈ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്നാണ്. അവരുടെ ഭാര്യ അവൾ പറഞ്ഞത് തന്നെയാണ്, നീ ആ നീതിമാന്റെ രക്തത്തിൽ ഇടപെടരുത്.
കർത്താവായ യേശുക്രിസ്തുവിനെ നീതിമാൻ എന്ന് വിവക്ഷിക്കുവാൻ എന്താണ് കാരണം? മത്തായി സുവിശേഷം വായിക്കുമ്പോൾ യേശു തന്നെ തിരുവായ്മണ്ണിൽ വാക്കുകൊണ്ട് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം എന്താണോ, പിതാവായ ദൈവത്തിന്റെ ആജ്ഞ എന്താണോ, പിതാവായ ദൈവത്തിന്റെ കൽപ്പന എന്താണോ അതനുസരിക്കുവാൻ തയ്യാറായ യേശു പറയുകയാണ്, ഈ അനുസരണം അത് നീതിയാണ്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഈ പ്രിയ പിതാവും അതേ സ്നാനമേറ്റൊരു വ്യക്തിയാണ്. യേശു ക്രിസ്തു സ്നാനമേൽക്കുമ്പോഴാണ് ഈ വാക്ക് ഉച്ചരിച്ചത്. ദൈവമക്കളെ, ദേശനിവാസികളെ ചിന്തിക്കുക. നീതി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഈ നീതിമാന്മാർക്ക് ഒരു പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ യോഹന്നാനെ കുറിച്ച്, സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ള മനുഷ്യനായിരുന്നു. യോഹന്നാൻ എങ്ങനെയാണ് നീതിമാനായത്? യോഹന്നാൻ ജലസ്നാനം സ്വീകരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നില്ല. നാം തുടർന്ന് പഠിക്കുമ്പോൾ യോഹന്നാനെ നീതിമാൻ എന്ന് വിളിക്കുവാൻ ധാരാളം കാരണങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 6-7 കാരണങ്ങൾ യോഹന്നാനെ കുറിച്ച് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നുണ്ട്. തന്റെ പിന്നാലെ വരുന്ന യേശുവിനെ കുറിച്ചുള്ള ദീർഘവീക്ഷണമുള്ളവനായി യോഹന്നാൻ മരുഭൂമിയിൽ യേശുവിന്റെ ശബ്ദം വിളിച്ചു പറയുന്നവരാണ്. മാത്രമല്ല, യോഹന്നാൻ പറയുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവനാണ്. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എനിക്ക് മുൻപുള്ളവനായിരുന്നു. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ദീർഘവീക്ഷണത്തിലൂടെ യോഹന്നാൻ യേശു ആരാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല, മറിയയുടെ വചനം കേൾക്കുമ്പോൾ ഏലീശയുടെ ഗർഭത്തിലായിരുന്ന യോഹന്നാൻ പരിശുദ്ധാത്മപൂരിതനായി എന്ന വിശുദ്ധ ബൈബിൾ നമ്മെ മനസ്സിലാക്കുന്നു. അതിൽ അവൻ നീതിമാനാകുവാൻ ഉള്ള കാരണം അവൻ പരിശുദ്ധാത്മപൂർണനായിരുന്നു. ഓർക്കുക, സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞുകൊണ്ട് ജലസ്നാനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത പുത്രനായ ക്രിസ്തു അവനെ കുറിച്ച് പറയുന്നത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അവർ നീതിമാനായിരുന്നു. പരിശുദ്ധാത്മപൂർണനായി ജീവിക്കുന്ന യോഹന്നാനെ കുറിച്ച് പറയുന്നു, ഈ യോഹന്നാൻ നീതിമാനാണ്, അവൻ വിശുദ്ധനാണ്. ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെ, അന്ന് ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തെ പ്രഭു പോലെയും അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നവരിലേക്കും ശോഭിക്കും. പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തിയെ ആഹ്വാനം ചെയ്ത് ദൈവഭാഗത്തെ കൊണ്ടുവന്ന വ്യക്തിയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് നീതിമാൻ എന്നാണ്. അതായത് സുവിശേഷമായിട്ടുകൾ കാണുന്നുണ്ട്, പരിശുദ്ധനായ കർത്താവിനെ പിൻഗമിക്കുന്ന ഏതൊരു വ്യക്തിക്കും നീതിമാൻ എന്നുള്ള നിലവാരത്തിലേക്ക് ഉയരുവാൻ സാധിക്കും. തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, നീതിമാന്മാർക്ക് ഒരു പുനരുത്ഥാനമുണ്ട്. ആ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ പാർക്കുവാനുള്ള അവസരങ്ങൾ ദൈവത്തെ പിൻപറ്റുവാൻ ദൈവം നമുക്ക് ഒരുക്കി തരുന്നത്. അതെ, ഈ ഭൂമിയിൽ നീതിമാനായി ജീവിച്ച് നീതിമാന്മാർക്കുള്ള പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ നല്ലവനും വിശ്വസ്തരമായ ദാസനെ എന്നുള്ള ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധ്യമാകും. ഓർക്കുക, കർത്താവിന്റെ അടുക്കലേക്ക് പോയിരിക്കുന്ന ഏതൊരു വിശുദ്ധനും ഏതൊരു ദൈവഭക്തനും ദൈവികമായിരിക്കുന്ന ആ സ്വർഗീയ അനുഭൂതിയിൽ അത് അനന്തയുഗങ്ങൾ വാഴുവാൻ അവസരമുണ്ട്. ആയതിനാൽ നമ്മെ വിട്ട് പിരിഞ്ഞ ദൈവത്തിന്റെ സ്ഥലത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ പ്രിയ പിതാവ് അത് അറിഞ്ഞ സ്വർഗ്ഗലോകമണ്ണമായി ജീവിച്ച ദൈവത്തിന്റെ സ്ഥലത്തിൽ ചേർക്കപ്പെട്ടു എങ്കിൽ അത് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രിയാമശിയോടും മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും പറയുന്നു, ദൈവസ്ഥലത്തിൽ ചേർക്കപ്പെട്ട
ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ബൈബിൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പോസ്തലൻ പറയുന്നു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് വസിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് വസിക്കുക അത് ഉത്തമം എന്നല്ല, അത്യുത്തമമാണ്. ഇവിടെയുള്ളതായ ബന്ധുമിത്രാദികളെ വിട്ടുപിരിഞ്ഞ് അതെ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുക എന്നുള്ളത് ഉത്തമത്തെക്കാൾ ഉത്തമമായി അത്യുത്തമമായി പൗലോസ് കാണുന്നു. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്ന ഒറ്റ വിഷയം മാത്രമാണ്. എല്ലാ ഉള്ളങ്ങളിലും ദൈവിക സമാധാനം കർത്താവ് പകരട്ടെ. സ്തോത്രം. ഇന്ന് മുതൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും പ്രത്യാശാദരമായി തീരട്ടെ. ഇവിടെ ഘോഷിക്കുന്ന എല്ലാ വചന ശുശ്രൂഷകളും അതെ എല്ലാവർക്കും ആശ്വാസവും പ്രത്യാശയും പ്രദാനം ചെയ്യുവാൻ ഇടയാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കാണ്. ഞങ്ങളുടെ പാതപ്പെടുന്നതിലേക്ക് അടുത്ത് വരുന്നു. നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ ദോഷങ്ങളാൽ പരീക്ഷിക്കട്ട കർത്താവാകിയാൽ ഞങ്ങളെ സ്തുതിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യാശയോടെ ഈ ഭവനത്തിനായിരിക്കാൻ കർത്താവ് നൽകിയതായ നല്ല അവസരത്തിനായി ഞങ്ങൾ നിലവായിട്ടും ഈ പ്രിയപിതാവിന്റെ അത്രത്തോളം ആയുസ് നൽകി. ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ കർത്താവെ ലഭിക്കേണ്ടതായ ഭൗമികമായ എല്ലാ നന്മകളും അനുഗ്രഹം കൊടുത്തതിനാൽ ഞങ്ങളുടെ അങ്ങേയെ സ്തുതിക്കുന്നു. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കർത്താവിലേക്ക് കർത്താവെ സ്തോത്രം. സ്നേഹങ്ങളൊക്കെ പങ്കുകൊണ്ട് കർത്താവെ അവരുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത്രത്തോളം ആയിരിക്കാൻ ദൈവമിടയാക്കി കൊടുത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന വെച്ച ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ ദൈവത്തിന്റെ സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനത്താൽ നിറയ്ക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശുശ്രൂഷയെല്ലാം കർത്താവ് അനുകൂലമാക്കി തീർത്താട്ടെ, പ്രത്യാശപരമാക്കി തീർത്താട്ടെ. കർത്താവെ എല്ലാ ഉള്ളങ്ങളും ദൈവിക സമാധാനത്തെ പകർന്ന കർത്താവെ നിന്റെ മഹത്വമുള്ള പ്രത്യക്ഷതയ്ക്കായി അടിയുടെ ഏവരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ച് രംഗസമൂലമായി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Yeah.
ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവവസരം ഒരുക്കിയ ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കും. മനുഷ്യ ജീവിതത്തിൽ നാം എല്ലാവരും കടന്നു പോകേണ്ട ഒരു വഴിയാണ് വേർപാട് അഥവാ മരണം എന്നുള്ളത്. എന്നാൽ മരണത്തിൽ നമുക്ക് നൽകുന്ന പ്രത്യാശയെക്കുറിച്ചും നമ്മുടെ ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചും വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു മതി. നമുക്ക് ആശ്വസിക്കുവാനുള്ളത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. പ്രത്യേകിച്ച് 86 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് തികഞ്ഞ ശാന്തമായ സ്വഭാവത്തിൽ എന്റെ അറിവിൽ ജീവിതത്തിന്റെ നാളുകൾ നയിച്ച് തനിക്ക് ലഭിക്കപ്പെട്ട ആയുസ്സിൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ആത്മീകമായ ജീവിതത്തിൽ ദൈവിക പ്രത്യാശയോടെ ജീവിച്ച ഒരു പിതാവാണ് കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്തേക്ക് കടന്നുപോകുവാനിടയായി. ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെയും നമ്മുടെ ആശ്വാസത്തിനും നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞ നോട്ടത്തിനുള്ള ഒരു അവസരമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെന്ന് നാം മനസ്സിലാക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ
പറഞ്ഞ 2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. അതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രത്യാശ. യേശു മരിച്ചു ജീവിച്ചെഴുന്നേറ്റു. അവരിൽ വിശ്വസിക്കുന്നവർക്കും അങ്ങനെ തന്നെ സംഭവിക്കുവാനിടയാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ പലപ്പോഴും പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവകൽപ്പനകൾ അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നത്. പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗ്യകരമായ പദവി കൊടുക്കുവാൻ ഇടയാച്ചു. പ്രത്യേകിച്ച് പ്രിയ പിതാവിന്റെ മകൾ ഗ്രേസി അവർ കുടുംബമായി തുമ്പവൺ മുട്ടം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ചു വരുന്നു. അതിനുള്ള ബന്ധത്തിൽ പല സന്ദർഭങ്ങളിലും ഈ വാത്സല്യ ഭവനത്തിൽ നിങ്ങൾക്ക് കുടുംബമായും സഭയായും ഒക്കെ വിസിറ്റ് ചെയ്യുവാൻ ദൈവം ശ്രമിക്കുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെയും പ്രിയ പിതാവിനെ സംബന്ധിച്ചും മാതാവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ കൂടെ ലഭിക്കപ്പെട്ട പ്രത്യാശ പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും ഒരു ദിവസം മരിക്കും. മരണത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാതെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എപ്പിക്കൂരിയൻ സിദ്ധാന്തക്കാർ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. സത്യത്തിൽ തലതെക്കോ വടക്കോ എന്നുള്ള ചിന്തയല്ല. ക്രൈസ്തവ പ്രത്യാശ എന്ന് പറയുന്നത് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് വളരെ ആധികാരികമായി നമ്മൾ സംസാരിക്കുന്നത് ഈ ദൈവത്തിന്റെ തിരുവചനമാണ്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കണമെന്ന് നാം എല്ലാവരും ഒരു ദിവസം ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കപ്പെടേണ്ടവരാണ്. പ്രിയമുള്ളവരെ, പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. മരണം ജീവിതത്തിന്റെ അവസാനമല്ല, ജീവിതത്തിന്റെ തുടക്കമാണ്. മരണത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. അത് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കപ്പെടുന്ന അവസരങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടും. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചു, വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രത്യാശയിൽ എത്തിച്ചേരുവാൻ കഴിയും. മരണത്തിന്റെ മുന്നിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ദുഃഖിക്കരുത് എന്ന് പൗലോസ്ലീഹ പറയുന്നു. അതിന് എന്റെ ചിന്തയിൽ എന്താണ് അതിന് കാരണം? മരണത്തിന്റെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത് ഇതരമുള്ളവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കാതിരിക്കണം. ദുഃഖിക്കാതിരിക്കുന്ന കാരണം വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, മരണം എന്ന് പറയുന്നത് ലാഭമാണ്. നമ്മൾ വിചാരിക്കും മരണത്തോടുകൂടെ സകലം തീർന്നു. അല്ലല്ല, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. പ്രിയമുള്ളവരെ, മരണം ലാഭമാണ്. ഫിലിപ്പിയ പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാരാണ്. കർത്താവിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും മരണം എന്ന് പറയുന്നത് ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. ക്രിസ്തുവിന്റെ ലേഖനത്തിലും യോഹന്നാൻ സുവിശേഷത്തിലും ഒക്കെ പറയുന്നുണ്ട്, മരണം എന്ന് പറയുന്നത് ഒരു ഉറക്കമാണ്. ഉറങ്ങുന്ന ആൾ ഒരു ദിവസം നിശ്ചയമായി എന്ത് ചെയ്യും? ഉണരുവാനായിട്ട് ഒരു ദിവസം നിശ്ചയമായി ഉണരും. മാത്രമല്ല, മരണം എന്ന് പറയുന്നത് ഒരു വിശ്രാമമാണ്. ദീർഘവർഷങ്ങൾ 86 വർഷം അധ്വാനിച്ചു, കുഞ്ഞുങ്ങളെ വളർത്തി, കുടുംബം പോറ്റി, കാര്യങ്ങളെല്ലാം ചെയ്ത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വിശ്രാമത്തിലേക്ക് പ്രിയപിതാവിനെ പ്രവേശിക്കുവാനായിട്ട്. മാത്രമല്ല, മരണം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു,
ഒരു ആശ്വാസമാണ്. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മരണത്തിന്റെ മുൻപിൽ മരിച്ച ലാസറിനെയും ധനവാനെയും കുറിച്ചുള്ള ചരിത്രമാണ് 14-ാം അധ്യായത്തിൽ കാണുന്നത്. ധനവാനായ മനുഷ്യന് നല്ല അടക്കം കിട്ടി. പക്ഷേ ലാസറിനെ കുറിച്ച് പറയുന്നത് അവനെ അടയ്ക്കലായി പോലും വേദപുസ്തകത്തിൽ കാണുന്നില്ല. പക്ഷേ അവന്റെ ആത്മാവ് അബ്രഹാം പിതാവിന്റെ വഴിയിലേക്ക് കടന്നു പോകുവാൻ അയച്ചു. അബ്രഹാം പിതാവിന്റെ വഴിയിലിരിക്കുമ്പോൾ യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാനായ മനുഷ്യൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിന്റെ വഴിയിലിരിക്കുന്ന ലാസറിനെ കണ്ട് അവൻ ഹൃദയം തകർന്നു. അവൻ നിലവിളിച്ചു. ഒരു ദാഹം കൊണ്ട് കുറഞ്ഞപ്പോൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി അവൻ യാചിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷെ അബ്രഹാം പിതാവ് അവിടുന്ന് ഒരാൾക്ക് ഇവിടേക്കും ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും കടന്നു വരുവാൻ ഒക്കെയില്ല. അപ്പോൾ അവനൊരു ഹൃദയത്തിൽ ഭാരമുണ്ടായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരെങ്കിലും ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കുവാൻ ഈ ലാസറിനെ അവരോട് അയക്കണം. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞ മറുപടി അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്. അവർ പറയുന്നത് കേട്ട് മാനസാന്തരപ്പെട്ട അവൻ യാതനാസ്ഥലത്ത് പോകാതെ നിത്യതയിൽ എത്തുവാൻ കഴിയും. ശ്വാസ ജീവിതത്തിൽ മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യതയ്ക്കുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ അവൻ വലിയ പരീക്ഷഭക്തനായിരുന്ന നിക്കോദീമോസ് ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ കടന്നിരുന്നവർ സംസാരിച്ചപ്പോൾ ഇടത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് നടക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ആയുസ് വിലപ്പെട്ടതാണ്. എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും മരിക്കുക എന്നുള്ളതല്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ ആത്മാവ് ദൈവത്തോടുകൂടെ വസിക്കപ്പെടുവാൻ കഴിയണമെങ്കിൽ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തെ ആരാധിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം പ്രിയപ്പെട്ടവരെ നമുക്കിടയാക്കട്ടെ. പറഞ്ഞല്ലോ, നീ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾക്ക് പ്രിയപിതാവിനൊരു മാന്യമായ അടക്ക ശുശ്രൂഷ ലഭിക്കണം എന്ന വിശുദ്ധന്മാരായ ദൈവദാസന്മാരുടെയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ശോധന ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. കുടുംബത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയമാതാവ്, കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങളായി പ്രിയ ഗ്രേസിയും കുടുംബവും കർത്താവിനെ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞാൻ പ്രദാനം ചെയ്യുന്ന തുമ്പമൺകൂട്ടം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലുള്ള ഇടവകയുള്ള എല്ലാ ദൈവമക്കളുടെയും പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം വാക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, തലമുറ തലമുറയായി ഞങ്ങൾക്ക് സങ്കേതമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ഞങ്ങൾ ആരുമായിരിക്കാം. പ്രത്യാശയോടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ നാളുകൾ നയിപ്പാൻ സർവശക്തനായ ദൈവമേ ഞങ്ങളെ സഹായിക്കുക. പിതാവിന്റെ വേർപാടുള്ള ബന്ധത്തിലും ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുകയും ദിവ്യ സമാധാനത്തോടെ ലഭിക്കുകയും ചെയ്യണം. ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം അവരുടെ ഹൃദയത്തെ ഒന്നുകൂടെ ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം അകത്തു വന്ന് പ്രത്യാശയിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവമേ നീ അവരെ സഹായിക്കും. പ്രകൃതിയെ ദൈവം അനുകൂലമാക്കി തരികയാണ്. തുടർന്നിറങ്ങിയ എല്ലാ ശുശ്രൂഷകളെയും ദൈവം ആശീർവദിക്കുന്നത്. ഈ കുടുംബത്തിന് ദൈവം സമാധാനം കൊടുക്കുന്നത്. കർത്താവെ, പ്രത്യാശയോടെ കുഞ്ഞുങ്ങളെ ദൈവം നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവം സഹായിച്ച ദൈവം സ്തോത്രം സകല കുടുംബവും കർത്താവിനാണ്. സ്വർഗ്ഗങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ പ്രതീക്ഷയും ദൈവങ്ങളിൽ കേൾക്കുവാനാകട്ടെ. സർവശക്തനായ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. യാത്ര
Yeah.
മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനെ ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പ് മാംസം വന്നു. അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഗതന്മാർ ജീവിക്കേണ്ടതിനെ അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു. ഏറ്റവും വലിയൊരു സൈന്യമായി നിവർന്നു. എന്റെ ദൈവം മഹത്വ